ചേട്ടാ ആദ്യ വാ. എന്താ ഇത്? നീ ജങ്ക് ഫുഡ്സ് മാത്രമേ കഴിക്കുള്ളൂ? പറഞ്ഞെന്താ മനസ്സിലാവാത്ത മോളെ? ഇതാ ഞാൻ ആകെ കഴിക്കുന്നത്. ഇതെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് ഓർത്ത് സന്തോഷിക്കാതെ എന്നെ വെറുതെ വഴക്ക് പറയുക. ഈ സമയത്ത് ഇങ്ങനെ വാശി കാണിക്കില്ല മോളെ. സമ്മതിച്ചു, നിനക്ക് വേറൊന്നും ഇഷ്ടമായിരിക്കില്ല എന്ന് വെച്ച് നീ ഇത് മാത്രമേ കഴിക്കുള്ളൂ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് ഹെൽത്തി ഫുഡ്സ് കഴിക്കേ. നിനക്ക് വേണ്ടി പറയുന്നല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വേണ്ടാത്ത ഫുഡെല്ലാം കഴിച്ചാൽ അത് എന്റെ ശരീരത്തെ പിടിക്കില്ല. പിന്നെ ഇത് എന്റെ പ്രോബ്ലം അല്ല, വയറ്റിൽ കിടക്കുന്ന ചേട്ടന്റെ മരുമകന്റെ പ്രോബ്ലം. അവൻ എന്താണോ വേണ്ടത് ചേട്ടനെ പോലെ തന്നെ അവൻ വാങ്ങി കഴിച്ചോളൂ. എത്ര നന്നായിട്ടാ വാചകം അടിച്ചല്ലേ. എന്റെ കാര്യം വിട്ടേക്ക് ചേട്ടാ. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ ഓഫീസിൽ പോകുന്നില്ലേ? വിക്കി ചേട്ടനും വീട്ടിലുണ്ട്. എന്താ ഇപ്പൊ കാര്യം? അമൂല്യ ഇന്ന് ഓഫീസിൽ വരില്ല എന്ന് പറഞ്ഞു. എന്നോടൊന്നും സംസാരിക്കുന്നുമില്ല. സംതിങ് ഈസ് റോങ് ആദ്യ. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ എന്താ മോളെ പറ്റിയേ? ദ ഗ്രേറ്റ് വേദാന്ത് മേനോന്റെ വായി നിന്ന് ഇതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതാ ഞാനൊന്ന് ഷോക്കായത്. ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോ നീ അത് തമാശയാക്കുക അല്ലേ? ഓക്കെ ബിഗ് ബ്രദർ, പറയൂ എന്താ പ്രശ്നം? നമ്മൾ ആരെങ്കിലും പ്രേമിക്കാൻ തുടങ്ങിയാലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും മോളെ. മറ്റുള്ളൊരു കാര്യം എന്തിനാ നോക്കുന്നേ? ചേട്ടന്റെ ലവ് സ്റ്റോറി ഡിഫറെന്റ് ആണല്ലോ. ചേട്ടന്റെ ലവ് സ്റ്റോറിയില് എന്തോ ഒരു ട്വിസ്റ്റ് വന്നു. അതെന്താന്ന് പറ. പുറത്തുള്ള 100,000 ലവ് സ്റ്റോറി അറിഞ്ഞിരുന്നാലും ഒരു കാര്യം ഉണ്ടാവില്ല. അമൂല്യ എന്നോട് ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ. ഞങ്ങള് കമ്മിറ്റ് ആയിട്ട് ഇത് ആദ്യമായിട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്ന് എനിക്ക് അറിയില്ല മോളെ. ഓ സോ ക്യൂട്ട്. അതോർത്ത് ടെൻഷൻ ഉണ്ടോ? ഇത് തമാശയല്ല മോളെ. ഇതുവരെ വഴക്കിടാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. എന്നുവെച്ചാ അവള് വെറുതെ ദേഷ്യപ്പെട്ടെന്നാണോ? ഇത് നീ പിന്നെയും ചോദിച്ചാലും എനിക്ക് ഇല്ലാന്നേ പറയാനുള്ളൂ. ഇന്നലെ വരെ നന്നായിട്ടായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി അറിയില്ല. രാവിലെ വിളിച്ചപ്പോ അവളാകെ മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ അവൾ അങ്ങനെയുള്ള മൂഡി ക്യാരക്ടർ അല്ലല്ലോ. അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത്. എന്താ കാര്യമെന്ന്. അതാ എനിക്ക് ഇത്ര ടെൻഷൻ. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചേട്ടാ, നിങ്ങൾ റിലേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായില്ലേ? കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല? ഞാനിപ്പോ എന്താ പറഞ്ഞ? നീ എന്തിനെ പറ്റിയാ ചോദിക്കുന്നേ? ശരി, നീ തന്നെ പറ. ആർക്കാണോ ആദ്യം കല്യാണം കഴിക്കാൻ തോന്നുന്നത് അവര് പറയട്ടെ. ശരി, എപ്പോഴാ അതിന് ഉദ്ദേശിക്കുന്നേ? അതറിയില്ല. എക്സാക്ട്ലി. നിങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായില്ലേ? നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസമായിട്ടുണ്ടാവും. പക്ഷെ കല്യാണക്കാരി എന്തെങ്കിലും ചോദിച്ചാ അറിയില്ല എന്ന് പറയുന്നു. അവളൊരു പെണ്ണല്ലേ ചേട്ടാ. ചിലപ്പോ ഇതിനായിരിക്കും അവള് ടെൻഷൻ ആവുന്നേ. Are you sure? Seriously? തീർച്ചയായിട്ടും അതെ. വേറെ എന്താ കാര്യം? നീ ഒരു ആണല്ലേ, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവളൊരു പെൺകുട്ടിയാണ് ചേട്ടാ. അതുമാത്രമല്ല, അവളുടെ വീട്ടില് 4 പെൺകുട്ടികളാ ഉള്ളത്. ഇപ്പൊ 3 ഉള്ളൂ. ആരതി ഇപ്പൊ ഇവിടെയല്ലേ? പൊട്ടം തന്നെയാണല്ലോ. ഓക്കെ, ആള് ചിലപ്പോ കുറഞ്ഞിട്ടുണ്ടാവും ചേട്ടാ. പക്ഷേ അവളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാവില്ല. അവളുടെ വീട്ടിലെ സാഹചര്യം, പ്രശ്നങ്ങൾ എല്ലാം വേറെ രീതിയിലാ. അത് ചേട്ടന് മനസ്സിലാവില്ല. ചേട്ടൻ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവളുടെ വീട്ടിൽ അവളുടെ കല്യാണക്കാരൻ സംസാരിച്ച് അവളുടെ മനസ്സമാധാനം പോകുന്നുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ വേദാന്ത് മേനോന് പെൺകുട്ടികൾ ഇഷ്ടമല്ല എന്നല്ല വെയ്പ്പ്. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും കമ്മിറ്റ്മെന്റ് ഫോബിയ എന്ന് പറഞ്ഞത് അവൾക്ക് മനസ്സിലാവാതിരിക്കോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവക്ക് എന്നോടത് നേരിട്ട് പറഞ്ഞൂടെ? എന്തിനെങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? അവളുടെ വായിക്ക് ലൈസൻസ് ഉണ്ടോ? എല്ലാം പറയാറുണ്ടല്ലോ. ഈ കാര്യം പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഈ വിഷയം വരുമ്പോ എന്തിനാ ഡ്രാമ കളിച്ചോണ്ടിരിക്കുന്നത്? ഇത് ചേട്ടന്റെ POV അല്ലേ? പക്ഷെ അവളുടെ അങ്ങനെ ആയിരിക്കില്ല. അത് ചേട്ടന് മനസ്സിലാവില്ല.
പെൺകുട്ടികൾ ചിന്തിക്കുന്ന ഡയമെൻഷൻ വേറെയാ. അവള് ചേട്ടനെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ലേ, അതുപോലെ ചേട്ടന് അവളുടെ മനസ്സിലെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി പെരുമാറേണ്ടതും അല്ലേ. പെൺകുട്ടികളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം. നീ പറഞ്ഞ ശരിയാ മോളെ. എനിക്ക് അമൂല്യയെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ ജനറലി ഈ പെൺകുട്ടികളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ശരി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. വെരി സിമ്പിൾ. ബാക്കി കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെ വിൽ യു മാരി മീന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എല്ലാം തന്നെ ശരിയായിക്കോളും. അവൻ പിന്നലെ നടന്ന് വാങ്ങാനുള്ളതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പുറകെ കൂടിയിരിക്കുകയാണല്ലോ. ചേച്ചിയാണെങ്കിൽ വേദാന്തിന്റെ കാര്യം മാത്രം ആലോചിച്ചോണ്ടിരിക്കുക. എന്നാ ചേച്ചിയുടെ ഭർത്താവാണെങ്കിലോ മറ്റെന്തോ ചിന്തയില്ല. എനിക്കാണെങ്കിൽ ആകെ ഉള്ളത് 2 കണ്ണാ. ഈ 2 കണ്ണ് എല്ലായിടത്തും എത്തുകയും വേണമല്ലോ. അളിയന്റെ മനസ്സിൽ എന്തായിരിക്കും ഇത്രയും വലിയൊരു പ്രശ്നം? അച്ഛൻ്റെ ഫോൺ കുറെ നേരിട്ട് റിങ് ചെയ്യണല്ലോ. അച്ഛനാണെങ്കിൽ എടുക്കൊന്നുമില്ല. ഇനി ആരതി പറഞ്ഞതുപോലെ അച്ഛൻ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണോ? ഞാൻ എത്രയൊക്കെ അപ്ഡേറ്റ് ആയിട്ടും ദൈവം എന്നേക്കാൾ ഒരടി മുമ്പേ തന്നെ അപ്ഡേറ്റ് ആവുകയാണല്ലോ. എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച ഇത് തന്നെയാണ് അവസ്ഥ. ഈ കോള് ഞാൻ എങ്ങനെ കാണാതെ പോയി? ഹലോ ഹലോ മിസ്റ്റർ ശ്രീധർ മധുസൂദനൻ. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. ഹലോ. The number you are calling is currently switched off. അയ്യോ, അമ്മൂന്റെ ഫോട്ടോ താഴെ വീണല്ലോ. അയ്യോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഫോട്ടോ ഒക്കെ താഴെ ഇടുന്നേ? എടുത്തൊന്ന് നോക്കി എന്തെങ്കിലും പറ്റിയോന്ന്. അയ്യോ, ഭാഗ്യം ഒന്നും പറ്റിയില്ല. ചുമ്മാ ബഹളം ഉണ്ടാക്കുക. നിനക്ക് ഓർമ്മയുണ്ടോ? അമ്മൂന്റെ ഫോട്ടോയെ അവളെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോ എടുത്തതല്ലേ? എനിക്കൊരു മറവിയില്ല. എല്ലാം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാവം അമ്മയെന്നെ വിളിച്ച് എപ്പോഴും കരച്ചിലായിരുന്നു. ശരിയാ. നീ അന്ന് ആ ഫോട്ടോഗ്രാഫറോട് ഇവിടെ കരയുന്ന ഫോട്ടോ എടുക്കാതെ ചിരിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അയാള് കരഞ്ഞു കഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞപ്പോ നീ അത് കേട്ടതേ ഇല്ല. അതെ അതെ,
ഞാനൊന്ന് അയാളോട് വഴക്കുണ്ടാക്കിയപ്പോഴേ ഇവളാ അന്ന് എന്നെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ലായിരുന്നെങ്കിലേ അന്ന് അയാൾ എന്റെ ശരിക്കുള്ള സ്വഭാവം കണ്ടേനെ. ആ പ്രായത്തിലും അവൾ എത്ര ബുദ്ധിയോടെ പെരുമാറി. ഇന്നലെ നടന്നതിനൊക്കെ സോറി. ആ ശരി, വിട്ടേക്ക്. ഇനി ഇതുപോലെ ഫോട്ടോയ്ക്ക് വീഴണമെന്ന് തോന്നുവാണെങ്കിലേ റൂമിലോട്ട് വീഴണമെന്ന് പറ. ഇനി ഇതിവിടെ വീണാലേ പൊട്ടിപ്പോകും. ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടെങ്കിലേ എനിക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ട്. കുറച്ചു നാള് മുൻപേ ആരതി കേറ്ററിംഗിന്റെ MD ആയിരുന്നു ഞാൻ. സ്വന്തം വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിലേ ബിസിനസ് ഒക്കെ നടത്താൻ പറ്റുമോ? ചുമ്മാതാണോ ഞാൻ നിന്നെ ലേഡി അംബാനി എന്ന് വിളിക്കുന്നത്? അംബാനി കഴിഞ്ഞ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് നിന്റെയാ. ശരി, മിണ്ടായിരിക്കും. ശരി, ചുമ്മാ ഇരിക്കച്ചാ, വെറുതെ അമ്മയെ കളിയാക്കല്ലേ, പാവം. ആ അമ്മയും മോളിപ്പോ ഒരു ടീമായോ? ഞങ്ങൾ അല്ലെങ്കിലേ ഒരു ടീമാ. വാ മോളെ അമ്മു. ഞാനും നിങ്ങളുടെ ടീം തന്നെയാ. എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് വീട്ടിലെ ലാൻഡ് ലൈനിൽ വിളിച്ചാൽ ഒരിക്കലും കിട്ടാറില്ല. ഈ ഫോണിലൊരു കോള് വന്നിട്ട് എത്ര ദിവസമായി. ഇതാരും ഇപ്പൊ വിളിക്കുന്നേ? ഹലോ മിസ്റ്റർ ശ്രീധർ മധുസൂദനൻ. ഹലോ. ഹലോ മിസ്റ്റർ ശ്രീധർ മധുസൂദനൻ. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. ഹലോ. യെസ്, സ്പീക്കിംഗ്. നിങ്ങൾ വലിയൊരു ബുദ്ധിമാൻ തന്നെയാണല്ലോ. അല്ല, മൊബൈലിൽ വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ലല്ലോ. വീണ്ടും വീണ്ടും വിളിച്ചപ്പോ മകന്റെ കയ്യിലേക്ക് ഫോണും കൊടുത്തു. നിങ്ങളെക്കാള് ബുദ്ധിയുള്ളതുകൊണ്ടാ ലാൻഡ് ലൈനിൽ വിളിച്ചത്. അപ്പൊ വന്ന് പിക്ക് ചെയ്തല്ലേ? പേടിയുണ്ട്. വിളിച്ച കാര്യം പറ. ഗുഡ്, എനിക്കിത് തന്നെ വേണ്ടത്. ഫോൺ വിളിച്ച ഉടനെ തന്നെ കാര്യത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞാ എന്റെ ട്രാക്കിലേക്ക് വന്നു എന്നർത്ഥം. നിങ്ങളുടെ ഭാര്യയുടെ കാര്യം നിങ്ങളുടെ മകൻ അറിയാതിരിക്കാൻ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ആരും അറിയാതിരിക്കാൻ വർഷങ്ങളായി നിങ്ങൾ മൂടി വെച്ച രഹസ്യം ഇനിയും വർഷങ്ങളായി മൂടിക്കിടക്കും. ശരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ വഴിക്കുവാ. ബുദ്ധിയുള്ളവരൊക്കെ ഇങ്ങനെയാ. ഞാൻ പറയാ, കേട്ടോളൂ. ഇത് പറയാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ വിളിച്ചതും. ഇന്ന് രാത്രി ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് 40 ലക്ഷം രൂപ ആരും അറിയാതെ കൊണ്ടുവന്ന് വയ്ക്കണം. ഇല്ലെങ്കിൽ അറിയാലോ, വേദാന്ത മേനോൻ എല്ലാ സത്യങ്ങളും അറിയും. ഇനിയും നിങ്ങൾ ഈ കാശ് തരാതെ മിണ്ടാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വേദാന്ത മേനോൻ മാത്രമല്ല, ഇവിടുത്തെ മൊത്തം മീഡിയാസ് അറിയും ഇക്കാര്യം. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വേദാന്ത മേനോൻ കെട്ടി ഉയർത്തിയ സാമ്രാജ്യം മിനിറ്റുകൾക്കുള്ളിൽ തകർന്ന് തരിപ്പണാകും. അങ്ങനെ സംഭവിച്ച വേദാന്തന്റെ കമ്പനിയുടെ ഷെയർ വാല്യൂ വെറും 0 മാറും. നിങ്ങളുടെ മൂത്ത മകന് ഇതൊന്നും താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഹലോ. ഹലോ. ആർത്തി പറഞ്ഞതുപോലെ അച്ഛൻ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. വാവ് ചേട്ടാ, കാണാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താ ഇത് ഇങ്ങനെയൊക്കെ?
വാ, ഇരിക്കെ. നീ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ട് ആഹാരം കഴിക്കാതെ സമാധാനായിട്ട് ഒരിടത്ത് ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കേ. അതൊക്കെ ഞാൻ നോക്കാം. അതൊന്നും ഇപ്പൊ ചേട്ടൻ ആലോചിക്കണ്ട. ചേട്ടൻ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അമൂല്യയോട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോന്ന് ചോദിക്കാൻ. എന്താ? ചേട്ടൻ അമ്മൂനോട് വില്ലു മാരിയുമെന്ന് ചോദിക്കാൻ പോകണോ? എന്റെ മോളെ ഒന്ന് മെല്ലെ സംസാരിക്കേ. സീക്രട്ട് ആയ കാര്യം നീ നാട് മൊത്തം കോവി അറിയിക്കുമല്ലോ. സോറി, ഞാൻ കുറച്ച് എക്സൈറ്റ് ആയി പോയതാ. ഇത്ര പെട്ടെന്ന് ഉപദേശം സ്വീകരിച്ച് വേഗം തന്നെ ഒരുങ്ങിയിറങ്ങിയാലോ. പെട്ടെന്ന് സന്തോഷം വന്നു. ബട്ട് ഐ എം റിയലി വെരി ഹാപ്പി ഫോർ യു ചേട്ടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മോളെ. എന്താ? റീസൺ പോലും പറയാതെ ആ അമ്മു എന്നെ അവോയ്ഡ് ചെയ്യല്ലേ. എന്റെ കോള് പോലും എടുക്കുന്നില്ല. അതെന്തായിരിക്കും? അത് ആർക്കറിയാം? അവൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. ആദ്യം ഫോൺ എടുത്തിട്ട് വേണ്ടേ. അവളിപ്പോ എങ്ങനെയൊന്ന് കാണുക. അതാ എന്റെ ടെൻഷൻ. ഛേ, അതൊക്കെ ഓർത്തിട്ടാണോ ടെൻഷൻ അടിക്കുന്നേ? അതൊക്കെ ഞാൻ സെറ്റാക്കാൻ ചേട്ടാ. ചേട്ടനത് വിട്ടേക്ക്. ചേട്ടന്റെ ഫോണൊന്നും വന്നേ. അവള് ഫോൺ എടുക്കില്ല മോളെ. ആ ഹലോ, ഞാൻ ആദ്യ. ചേട്ടന്റെ റൂമിലേക്കൊന്ന് വന്നേ. നീ ആരെയാ ഇപ്പൊ വിളിച്ചത്? അവളാണോ നിന്നോട് സംസാരിച്ചേ? എന്താ ആദ്യ, നിന്റെ ഫോൺ അവിടെ പോയി? അതെല്ലാം പിന്നെ പറയാം. ആദ്യം അമ്മൂനെ വിളിക്ക്. കാര്യം എന്താന്ന് പറ. നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ പറയുമ്പോ എന്തിനാ, ആർക്ക് വേണ്ടിയാ എന്നൊക്കെ ഞാൻ ചോദിക്കോ? ഇല്ലല്ലോ. അപ്പൊ അമ്മൂനെ വിളിച്ചോ. ശരി, വിളിക്കാം. റിങ് ചെയ്യുന്നുണ്ട്. സ്പീക്കറിലിട്ടെ. ഹലോ ചേട്ടാ. ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോളണം. വേദാന്ത് ചേട്ടന് ആക്സിഡന്റ് പറ്റി. സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പിക്ക് ചെയ്യാൻ വരികയാണ്. നീ റെഡി ആയിട്ട് ഇരുന്നോളം പറയാം. നീ എന്താ ഈ പറയുന്നേ? പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ആദ്യം മ്യൂട്ട് മാറ്റി സംസാരിക്കാൻ നോക്ക്. ആയിക്കോട്ടെ. ചേട്ടാ കേക്കുന്നുണ്ടോ? ആമു കേൾക്കുന്നുണ്ട്. വേദാന്ത് ഇന്നൊരു ആക്സിഡന്റിൽ പെട്ടു. സീരിയസ് ആയിട്ടൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നിന്നെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. റെഡി ആയി നിൽക്ക്. എന്താ ചേട്ടാ പറയുന്നേ? വേദാന്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നീ പെട്ടെന്ന് റെഡി ആയി നിൽക്ക്. ചേട്ടാ ചേട്ടാ സോറി വേദാന്ത്, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഇറിറ്റേഷനില് നിന്റെ മനസ്സ് വീക്കായി പോയോ? എടി ആദ്യ, വേദാന്തിന് ഒരു കുഴപ്പമില്ലല്ലോ. വെറുതെ എന്തിനാ എന്നെ കൊണ്ട് കള്ളം പറയിച്ചേ? ഇനി ഹെൽപ്പ് ഒന്നും വേണ്ട. വേഗം പൊയ്ക്കോ. വേഗം പൊയ്ക്കോ. പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോ കൂരായണം. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. എന്താ ഐഡിയ മോളെ ഇത്? ഈ ഐഡിയ വർക്കാവുന്നേ. ഇല്ലെങ്കിൽ കണ്ടോ, ഇന്ന് ചേട്ടനോ നിങ്ങളുടെ കാര്യം അറിയാവുന്ന ഞാനോ വിളിച്ച അവള് ഫോൺ എടുക്കില്ല. അതുകൊണ്ടാ അവളുടെ ചേട്ടനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചേ. എന്നാലും ആക്സിഡന്റ് ഒന്നും പറയണ്ടായിരുന്നു. പാവം, അവൾ ഒരുപാട് ടെൻഷനായി കാണും. ചേട്ടൻ ഒരു കാര്യം അറിയോ? എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ.